Hi all, welcome to Nana's Kitchen. ഞാൻ ഇന്ന് കടച്ചക്കയുടെ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കടച്ചക്ക എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കടച്ചക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പല പേരിലാണ് പറയുക. ബ്രെഡ് ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, പിന്നെ ശീമച്ചക്ക അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇത് കുറച്ച് പേർക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കണം. ഇത് മുറിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ചക്കയൊക്കെ മുറിക്കണ പോലെ തന്നെ ഇതിനെ ഇങ്ങനെ നെടുക്ക് കീറാം. എന്നിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആക്കാം, അപ്പോഴേ കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടാവാം. ഇത് വാങ്ങുമ്പോഴും നമ്മൾ നോക്കുമ്പോഴൊക്കെ എപ്പോഴും ചെറുത് വാങ്ങാം. മൂത്തത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ഇന്ന് അടുക്കുണ്ടല്ലോ, ഇതിന്റെ മടല് പോലത്തെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആ പോർഷൻ നമ്മൾ മുറിച്ച് കളയണം. ഇതാ ഇങ്ങനെ മുറിച്ച് കളയാം, കണ്ട. അപ്പൊ ഇതാ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇതിരിക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെ തൊലി കളയാം. എന്നിട്ട് നമ്മുടെ കടച്ചക്കയുടെ ഇപ്പുറത്തെ സൈഡിലെ തൊലി കളയാം. ഭയങ്കര എളുപ്പമാണ് എന്നാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇത് കുറെ പേർക്ക് ചിലപ്പോൾ പുതിയതായിട്ട് കുക്ക് ചെയ്യണവർക്കൊന്നും ഇത് അറിയാൻ പറ്റണം എന്നില്ല. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരട്ടിയാണ്. നമ്മൾ കൂർക്കയൊക്കെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് കടച്ചക്കയുടെ മെഴുക്കുവരട്ടി. അപ്പോൾ ഇതാ എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതിനൊന്ന് കീറാം. കീറിയിട്ട് ഇതാ തീരെ കനം കുറയ്ക്കേണ്ട, കുറച്ച് കനത്തിൽ നമുക്ക് കുറച്ച് കനത്തിൽ വേണം മുറിക്കാൻ. വളരെ കുഞ്ഞാക്കി മുറിച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉടഞ്ഞങ്ങ് കുഴഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു കനം വെച്ചിട്ട് വേണം ഇങ്ങനെ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാൻ കട്ടി കാണിച്ചു തരാം. ഇതാ ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇത്രയും കനത്തിൽ വേണം നമ്മുടെ മെഴുക്കുവരട്ടി മുറിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പാകം. ഇങ്ങനെ ഞാൻ ഇത് മൊത്തം ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിന് ഞാൻ ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ മുറിച്ചൊക്കെ വെക്കുമ്പോൾ കളറ് മാറണ പോലെ ഈ ഇതിനും അങ്ങനെ തന്നെ ഒരു പ്രശ്നമുണ്ട്, കളറ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പും വെള്ളത്തിലിടണം. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരട്ടിയാണ്. നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നാടനാണ് നല്ല ടേസ്റ്റ് കിട്ടിയാൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് മുറിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ കടച്ചക്ക വേവിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പച്ചമുളക്, പിന്നെ നമ്മുടെ ഉപ്പിട്ട് ഇട്ട് വെച്ചിരുന്ന കടച്ചക്ക ഉണ്ടല്ലോ അതും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒരുപാട് വെള്ളമൊഴിച്ച് വേവിക്കേണ്ട, ഇത് പെട്ടെന്ന് വെന്ത് വരും. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഉണ്ടല്ലോ, നമ്മളിത് വെന്ത് വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ അധികം നേരിട്ട് കുക്ക് ചെയ്താൽ ഈ കടച്ചക്ക കുഴഞ്ഞു പോകും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് സമയം നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ കടച്ചക്ക ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം അത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേവിക്കണ സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണില്ല. നമ്മൾ വഴറ്റണ സമയത്ത് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേവാൻ ആവശ്യമുള്ള ഉപ്പ്. ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ തന്നെ ഇത് വെള്ളം വറ്റാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഇതൊരു സ്പൂണോട് ഞെക്കി നോക്കുമ്പോൾ ചെറുതായിട്ട് വെന്തെന്ന് കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റണം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് മതി. കാരണം ഇതിന് വെള്ളം അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. പക്ഷെ നമ്മൾ അധികം വെള്ളം ഒഴിച്ചാൽ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇത് കുഴഞ്ഞ് വല്ലാത്തൊരു രൂപത്തിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് ഇരുന്ന് വെന്ത് വരട്ടെ. അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിട്ട് വേവിക്കുക, തുറന്നിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് വേവിക്കുക. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അധികം വെള്ളമൊന്നും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിൻ്റെ അടിയിൽ വളരെ കുറച്ച് വെള്ളമാണുള്ളൂ. അത്രയും വെള്ളമൊക്കെ ഉള്ളൂ, കണ്ട അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പൊ നമ്മുടെ കടച്ചക്ക ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇത് വെന്ത് വരുന്ന ഒരു പാകം ഉണ്ടാവും. ആ പാകത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വിട്ടുപോണ പാകം. അതിൽ കൂടുതലിട്ട് വേവിക്കരുത്. ഇപ്പൊ വെള്ളം എങ്ങനെ കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വെള്ളം വറ്റാൻ വേണ്ടിയും കാത്തു നിൽക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ്. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടത്
കുറച്ച് ഉണക്കമുളക് വേണം, കുറച്ച് ചുവന്നുള്ളി വേണം, കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്: വെളിച്ചെണ്ണ, കറിവേപ്പില, ഉണക്കമുളക്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഉണക്കമുളകും ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഉണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് ചതയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം എത്ര ചുവന്നുള്ളി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ചുവന്നുള്ളി കൂടിയാൽ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഈ കടച്ചക്കയും കൂർക്കയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, അപ്പൊ അതെപ്പോഴും വെളിച്ചെണ്ണയിലും നമ്മുടെ ചുവന്നുള്ളിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ ഇതില്ല, നിങ്ങൾക്ക് ചുവന്നുള്ളി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയിൽ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചുവന്നുള്ളിയിൽ ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റിയിട്ട് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ്. അപ്പൊ നമുക്ക് ഈ ഉണക്കമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. അരഞ്ഞു പോണ്ട, ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മുതൽ 3 വരെ ഒഴിക്കാം. അത് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2 മുതൽ 3 വരെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഇതൊന്ന് ചൂടാവട്ടെ, ആ സമയം കാണിച്ചു തരാം. എന്താ ഈ ഒരു പരുവത്തിലാണ് എൻ്റെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇതാ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, വല്ലാതെ അരഞ്ഞു പോയിട്ടുമില്ല, എന്നാ ചതഞ്ഞിട്ടുമുണ്ട്. ആ രീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഇടുമ്പോൾ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ ഇടാം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഉണക്കമുളകൊക്കെ ചതഞ്ഞിരിക്കണോടെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് എപ്പോഴും ഒരു സേഫ്. ഇപ്പൊ ഞാൻ ഇതില് ഇഞ്ചി ഇല്ല കേട്ടോ, സോറി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് ഒരു 10 മുതൽ 12 വരെ ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടാം. നിങ്ങളുടെ കയ്യിലുള്ള ഉണക്കമുളകിന്റെ എരിവും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്വാദിന്റെ എരിവൊക്കെ അനുസരിച്ചിട്ട് ഇടാം. അപ്പൊ ഉണക്കമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ 2 വെളുത്തുള്ളി, 10 മുതൽ 12 വരെ, ഇത് ഒരു 1/2 കപ്പ് ഉള്ളി, ചുവന്നുള്ളി, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വളരെ കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇതാ നമ്മുടെ കടച്ചക്കയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതുകൊണ്ടുണ്ടല്ലോ അധികം ഉപ്പ് ആവശ്യം വരില്ല. അപ്പൊ ഈ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമുള്ള, ഈ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ചച്ചൊവയൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വരണ സമയത്ത് നമുക്ക് നമ്മുടെ കടച്ചക്ക ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയെ നമുക്കൊന്ന് കീറിട്ട് കൊടുക്കാം. അപ്പൊ ഈ വേപ്പിലയുടെ സ്വാദും ഒക്കെ ഇതിലേക്ക് ഇറങ്ങും നന്നായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ പിന്നെ കടച്ചക്ക ഒലത്തുമ്പോ ഉണ്ടല്ലോ എപ്പോഴും കുറച്ച് കറിവേപ്പില ഇഞ്ചി ചേർക്കണം, നല്ലതാണ്. കാരണം ഈ കടച്ചക്കയ്ക്ക് നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ പോലെ തന്നെ നല്ല ഗ്യാസ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇത് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതിൽ കൂടി ഒന്നിൽ വേവിക്കണേലിടാം, അല്ലെങ്കിൽ ചതക്കണേലിടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ വേവിക്കണേൽ ഇടാണെന്നുണ്ടെങ്കിൽ നമ്മള് പച്ചമുളകും മഞ്ഞപ്പൊടിയും കടച്ചക്കയും വേവിച്ച കൂട്ടത്തില് ഈ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കടച്ചക്ക ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാൻ നോക്കരുത്, കുഴഞ്ഞു പോവരുത്. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പിന്നെ ഒരുമാതിരി ഈ കപ്പയൊക്കെ ഉടച്ച പോലെ ആയിപ്പോവും ഇതിന്റെ മെഴുക്കുവരട്ടി. അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കണുണ്ടേ, കുറച്ചുകൂടെ നല്ലൊരു സ്വാദിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉള്ളി വഴറ്റി വരുമ്പോൾ എനിക്ക് എണ്ണ പോരാന്നൊരു തോന്നല്. ഇപ്പൊ ഞാൻ തീ ഒന്ന് ഇത്തിരി ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ടത്. ഇപ്പൊ ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വയന്ന് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് തുടങ്ങി, ഇതിന്റെ ഒരുവിധം പച്ചമണൊക്കെ മാറി തുടങ്ങി. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കടച്ചക്ക ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ വേവിച്ച് വെച്ച കടച്ചക്ക ഇതിലേക്ക് ഇടാണ്. ഉപ്പ്, മഞ്ഞള്, പച്ചമുളക് ഇട്ടാണ് വേവിച്ചതിട്ടാ. 1 or 2 പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ ബാക്കിയുള്ള എരിവ് ശരിക്കും ഇതിന്റെ എരിവാണ്, നമ്മുടെ ഉള്ളിയുടെ എരിവാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചെറിയ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും, അപ്പൊ ആ അംശമൊക്കെ വറ്റണം. പിന്നെ ഈ ഉള്ളിയും ഇതൊക്കെ കൂടി കിടന്ന് ഒന്നും കൂടി നന്നായിട്ട് മൊരിയണം. ഇത്രേ ഉള്ള സംഭവം. നമ്മുടെ കടച്ചക്കയുടെ മെഴുക്കുവരട്ടി റെഡിയാവും. നല്ല ടേസ്റ്റുള്ള സ്വാദുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ നോക്കണം. ഇപ്പൊ പണ്ടൊക്കെ നാട്ടിലെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ് കടച്ചക്കയുടെ മെഴുക്കുവരട്ടിയും. പിന്നെ ചിപ്സൊക്കെ നമ്മൾ ചിപ്സ് വറക്കണ പോലെ തിന്നായിട്ട് മുറിച്ചിട്ട്
വറുത്ത ചിപ്സ് ഉണ്ടാക്കും. അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ അത് കടച്ചക്ക കിട്ടാനുമില്ല. പിന്നെ നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ മറന്നുപോയി. ചെയ്യുന്ന ആൾക്കാരുണ്ടില്ല എന്ന് ഞാൻ പറയണല്ല കേട്ടോ. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ആരെങ്കിലും വന്ന് കമന്റ് ഇടും ഞങ്ങൾ ചെയ്യാറുള്ളത് ആരും മറന്നിട്ടില്ല എന്നൊക്കെ. അങ്ങനെ വെച്ച് പറയണല്ല. എല്ലാവരെയും സ്വാദുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പൊ വെള്ളമൊക്കെ ഇപ്പൊ ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് ഇതിങ്ങനെ കുഴഞ്ഞു പോവാത്തത്. നമ്മളിപ്പോ കുഞ്ഞി പീസായിട്ടാണ് കിട്ടണേന്നുണ്ടെങ്കിലല്ലേ ഇത് വെന്ത് വരുമ്പോഴേക്കും ആ പീസിന്റെ ഷേപ്പ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് കുഴഞ്ഞു പോകും. ഒരു സൈഡ് ഒന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അത്രയൊക്കെ മതി. കണ്ട ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചേർക്കണതാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പേരൊക്കെ ഇതിലേക്ക് ഗരം മസാല ചേർക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഞാനിപ്പോ ചേർക്കണില്ല, കാരണം എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഉമ്മ ചേർക്കാറില്ല. ഞാനിപ്പോ ഈ രീതിയിലാണ് ചെയ്യണത്. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ എരിവ്, ഉപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. നമ്മുടെ കടച്ചക്കയുടെ മെഴുക്കുവരട്ടി റെഡി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കൂർക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏകദേശം അതേ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. കൂർക്കയാകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല എല്ലാ വീട്ടിലൊക്കെ. അപ്പൊ ഇതാ വെന്തിട്ടും ഉണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്, എല്ലാനും ഉണ്ട്, എരിവുണ്ട്, എല്ലാനും ഉണ്ട്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരട്ടിയാണ്. ചോറിന്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.